2003 US ഇറാഖിനെ ആക്രമിക്കുമ്പോൾ സദ്ദാം ഹുസൈൻ തികച്ചും ഒറ്റപ്പെട്ട ഒരു ശക്തിയായിരുന്നു. എന്നാൽ ഇറാൻ അങ്ങനെയല്ല. മേഖലയിലാകെ പടർന്നുകിടക്കുന്ന അതിശക്തമായ ഒരു പ്രോക്സി ശൃംഖല ഇന്ന് ഇറാനുണ്ട്. ലബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂത്തികൾ, ഇറാഖിലെയും സിറിയയിലെയും വിവിധ ഷിയ ഗ്രൂപ്പുകൾ എന്നിവർ ഇറാന്റെ സൈനിക ശക്തിയുടെ അവിഭാജ്യ ഘടകമാണ്. അമേരിക്ക ഇറാന്റെ മണ്ണിൽ ഒരാക്രമണം നടത്തുമ്പോൾ പശ്ചിമേഷ്യയിലുടനീളമുള്ള അമേരിക്കൻ താവളങ്ങൾക്കും ഇസ്രായേലിനും നേരെ ഒരേ സമയം തിരിച്ചടി നൽകാൻ ഈ ഗ്രൂപ്പുകൾക്ക് സാധിക്കും. ഇത് ഇറാഖിൽ അമേരിക്ക നേരിട്ടതിനേക്കാൾ വലിയൊരു പ്രാദേശിക യുദ്ധത്തിലേക്കായിരിക്കും വഴിമാറുക. ഇറാഖിലെ ബാത്ത് പാർട്ടി ഭരണകൂടം ജനങ്ങളിൽ നിന്ന് വലിയ തോതിൽ ഒറ്റപ്പെട്ടിരുന്ന സമയത്താണ് US അവിടെ ആക്രമണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അധിനിവേശത്തെ പ്രതിരോധിക്കാൻ സദ്ദാം ഹുസൈന് കാര്യമായ ജനകീയ പിന്തുണ ലഭിച്ചില്ല. എന്നാൽ ഇറാന്റെ സാഹചര്യം വ്യത്യസ്തമാണ്. ദശകങ്ങളായുള്ള ഉപരോധങ്ങളും വെല്ലുവിളികളും ഇറാനിലെ ഭരണകൂടത്തെയും സൈന്യത്തെയും കൂടുതൽ കരുത്തുറ്റതാക്കിയിട്ടുണ്ട്. രാജ്യത്തിനകത്ത് ആഭ്യന്തര പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും ഒരു വിദേശ ശക്തിയുടെ ആക്രമണമുണ്ടായാൽ ദേശീയതയുടെ പേരിൽ ജനങ്ങൾ ഭരണകൂടത്തിനൊപ്പം ഒന്നിച്ചു നിൽക്കാനാണ് സാധ്യത. അതിനാൽ തന്നെ ഒരു ഭരണമാറ്റം എന്നത് ഇറാഖിലെ പോലെ ഇറാനിൽ അനായാസമാകില്ല. ഇറാഖിന്റെ സൈനിക ഉപകരണങ്ങൾ ഭൂരിഭാഗവും പഴയതും സോവിയറ്റ് കാലഘട്ടത്തിലേതുമായിരുന്നു. എന്നാൽ ഇറാൻ ഇന്ന് ഡ്രോൺ സാങ്കേതിക വിദ്യയിലും മിസൈൽ പ്രോഗ്രാമുകളിലും ലോകശക്തികളിലൊന്നാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇറാന്റെ ഡ്രോണുകൾ ചെലുത്തിയ സ്വാധീനം ലോകം കണ്ടതുമാണ്. ഇതിനു പുറമെ കടൽ മാർഗമുള്ള യുദ്ധമുറകളിൽ ഹോർമുസ് കടലിടുക്ക് തടസ്സപ്പെടുത്താനും അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ വെല്ലുവിളിക്കാനും ശേഷിയുള്ള അത്യാധുനിക മിസൈലുകൾ ഇന്ന് ഇറാന്റെ കൈവശമുണ്ട്.